നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് വീണ്ടും മലയാളിക്കെതിരെ കേസ്. ഇടുക്കി കട്ടപ്പന സ്വദേശിയായ തോമസ് ജോർജിനെതിരെ രാജസ്ഥാൻ പോലീസാണ് കേസെടുത്തത്. മതസ്പർദ്ധ വളർത്തുക, മതവിശ്വാസത്തെ അപമാനിക്കുക, വിദ്വേഷ പ്രചരണം എന്നീ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി. ഞാൻ കേരളത്തിൽ കട്ടപ്പന എന്ന അടുത്തുള്ള സ്ഥലത്താണ് 22 വർഷമായിട്ട് രാജസ്ഥാനിൽ ഒരു മിഷണറിയായിട്ട് പ്രവർത്തിക്കുകയാണ്. 22 വർഷമായിട്ട് അവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വലിയ ഒരു പ്രശ്നമുണ്ടായി. ഞങ്ങളുടെ പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്തേക്ക് RSS, ബജരംഗദൾ, BJP, ഹനുമാൻ സേന ഇവരെല്ലാം വന്ന് ഭയങ്കര ബഹളമുണ്ടാക്കി, ചർച്ച പൊളിക്കണമെന്നെല്ലാം പറഞ്ഞ ബഹളമുണ്ടാക്കി. അന്ന് പോലീസ് ഇടപെട്ട് ശാന്തതയൊക്കെ വരുത്തി. എന്നാൽ 6-ാം തീയതി സൺഡേ ഏകദേശം 500ഓളം ആൾക്കാർ JCB ഒക്കെ ആയിട്ട് ചർച്ചടിക്കാൻ വേണ്ടി വന്ന വലിയ ബഹളമായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഞങ്ങളിലുണ്ട്. വലിയ ബഹളമായിരുന്നു. അവർ വന്നിച്ച് പറയുന്ന കാര്യം ഞാൻ തരം പരിവർത്തനം ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ഇതുവരെയായിട്ട് ആരെയും മതം മാറ്റിയിട്ടില്ല. ഞങ്ങളവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു, അവിടെ ആൾക്കാർ വരുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. അതിനുശേഷം ഇത് കഴിഞ്ഞ് സമാധാനമായി എന്ന് വിചാരിച്ച് പോലീസ് വളരെ പ്രൊട്ടക്ഷൻ തന്നു, സമാധാനമായെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ 15-ാം തീയതി എൻ്റെ പേരിൽ FIR ഇട്ടു. അത് നോൺ ബെയിലബിളാണ്, ജാമ്യമില്ലാത്ത വകുപ്പിൻ പ്രകാരം എൻ്റെ പേരിൽ FIR ഇട്ടു. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അത് വളരെ ഗുരുതരമായ ആരോപണങ്ങളൊക്കെ എൻ്റെ പേരിൽ വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞത്. കഴിഞ്ഞ 27-ാം തീയതി അതിൻ്റെ ഹിയറിംഗ് വെച്ചിരുന്നു. 27-ാം തീയതി കഴിഞ്ഞിട്ട് പിന്നെ അത് 1-ാം തീയതിക്ക് മാറ്റി. ഇന്ന് പിന്നെയും 4-ാം തീയതിക്ക് മാറ്റിയിരിക്കുകയാണ്. ഞാൻ വളരെ പ്രയാസത്തിലാണ്. എനിക്ക് വാർത്തയുടെ വിശദാംശങ്ങളുമായി ജോസിൽ സെബാസ്റ്റ്യൻ ചേരുന്നുണ്ട്. ജോസിൽ, നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് വീണ്ടും മലയാളിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. മതസ്പർദ്ധ വളർത്തുക, മതവിശ്വാസത്തെ അപമാനിക്കുക, വിദ്വേഷ പ്രചരണം എന്നീ ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അല്പം മുന്നെയാണ് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ശരിക്കും ജനാധിപത്യത്തിനെതിരെയുള്ള കടന്നാക്രമണം തന്നെയല്ലേ ഇത്? തീർച്ചയായിട്ടും അഷിത, ഏതായാലും വളരെ ആശ്വാസകരമായ വാർത്ത. ഛത്തീസ്ഗഡിൽ നിന്ന് ഒരു ജാമ്യത്തിലൂടെ കേസ് റദ്ദാക്കണമെന്നാണ് ആവശ്യമെങ്കിലും ഒരു ജാമ്യം ലഭിക്കുന്ന ഒരു ആശ്വാസകരമായ വാർത്ത വരുന്നു. ഒപ്പം തന്നെയാണ് ഇടുക്കി കട്ടപ്പന സ്വദേശിയായ രാജസ്ഥാനിൽ ഇത്തരത്തിൽ മിഷണറി പ്രവർത്തനം നടത്തുന്ന ഒരു പാസ്റ്റർക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് രാജസ്ഥാൻ പോലീസ് എടുത്തിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ആരോപണം ഉണ്ടായിരിക്കുന്നത്. അത് നിരവധി തവണ ഇദ്ദേഹത്തിൻ്റെ ഇവർ നടത്തുന്ന ഈ സ്ഥാപനത്തിനെതിരെ RSSൻ്റെയും അതുപോലെ തന്നെ ബജരംഗദൾ എല്ലാം പ്രവർത്തകർ നേരിടുന്ന അക്രമം നിരവധി തവണ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പാസ്റ്റർ പറയുന്നത്. അദ്ദേഹത്തിന് നേരെ, ഈ പള്ളിക്കു നേരെ JCB വരെ ഉപയോഗിച്ചുകൊണ്ട് ഈ പള്ളി പൊളിക്കാൻ വേണ്ടി എത്തുകയും അപ്പോഴൊക്കെ പോലീസ് തടയുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഈ രാജസ്ഥാൻ പോലീസ് ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരം കേസ് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഈ ജാമ്യമില്ലാത്ത വകുപ്പ് കേസ് എടുത്തിരിക്കുന്നതിനെ തുടർന്ന് അദ്ദേഹം അവിടെ നിന്ന് ഇപ്പോൾ മാറി നിൽക്കുകയാണ്. കേരളത്തിലും അദ്ദേഹമില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ മാധ്യമപ്രവർത്തകർക്ക് അയച്ചു കൊടുത്തിരിക്കുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ മതസ്പർദ്ധ വളർത്തുക, മതവിശ്വാസത്തെ അപമാനിക്കുക, വിദ്വേഷ പ്രചരണം എന്നീ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തിയാണ് ഈ പാസ്റ്റർ തോമസ് ജോർജിനെതിരെ രാജസ്ഥാൻ പോലീസ് കേസെടുത്തിരിക്കുന്നത്. 21 വർഷമായിട്ട് രാജസ്ഥാനിലെ ദൗസ എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്തരത്തിൽ മിഷണറി പ്രവർത്തനം നടത്തുന്ന ആളാണ് തോമസ് ജോർജ്. അദ്ദേഹവും ഭാര്യയും അടക്കമുള്ള ആളുകളാണ് രാജസ്ഥാനിൽ അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിനെതിരെയാണ് ഇത്തരത്തിൽ ഒരു കേസ് ഉണ്ടായിരിക്കുന്നത്.